ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നിലവാരമില്ല എന്ന് നിങ്ങളിപ്പോൾ പറയാൻ തയ്യാറാവുമോ? നിങ്ങൾ 4 ദിവസം ഈ അൻവർ നിലവാരമില്ലാത്ത ആളാണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാവുമോ? അപ്പോൾ ഞങ്ങൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചില ആളുകളെ സ്വതന്ത്രന്മാരായി മത്സരിക്കും. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഭൂതകാല ചരിത്രം ആകെ പരിശോധിച്ചിട്ടല്ലല്ലോ നടത്തുക, ഒരു സ്ഥാനാർത്ഥിയാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, നിലവാരമില്ലാത്ത ആളുകളും വന്നു ചേർന്നു. ആ നിലവാര തകർച്ചയാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്, അയാളുടെ പൊളിറ്റിക്കൽ DNA അങ്ങനത്തെയാണെന്ന്. നമ്മളെന്താ ചെയ്യുക? ഇലക്ഷന് ജയിക്കാനായിട്ട് നിലവാരമില്ല. നമ്മളിപ്പോൾ ഒരാളെ ചൂഴ്ന്നു നോക്കിയിട്ടല്ലല്ലോ സ്ഥാനാർത്ഥിയാക്കുക. അയാളുടെ ബോധകാലം എന്തായിരുന്നു, അയാൾ ഇനി ഭാവിയിൽ എന്ത് ചെയ്യും എന്നുള്ളതല്ലല്ലോ. ആ പ്രദേശത്ത് ഒരു രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിയെ ഗുണപരമായി ഉപയോഗിക്കാൻ പറ്റുമോ? സ്വതന്ത്രമായി ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ചില പ്രദേശങ്ങളിൽ അതുകൂടി ഞങ്ങൾക്ക് കുറച്ച് ഗുണമാകുകയാണെങ്കിൽ അത് പരിശോധിക്കും. സ്വാഭാവികമാണ്. അത് ഇനിയും ഉണ്ടാവും. മനസ്സിലായി? പക്ഷേ ഈ മത്സരിക്കണവന് ഇത്രത്തോളം നിലവാര തകർച്ചയാണ് എന്നുള്ളത് അയാളുടെ നിലവാരം വെളിപ്പെടുമ്പോഴല്ലേ നമ്മൾ മനസ്സിലാകുക. അയാളുടെ നിലവാരം വെളിപ്പെടുമ്പോഴാണ് അത് തിരിച്ചറിയുക. അൻവർ, ഞാൻ ചോദിക്കട്ടെ, ഈ അൻവറിനെ CPMൻ്റെ നേതൃത്വവും ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും വിശ്വാസത്തിലെടുത്തല്ലോ. ആ വിശ്വാസത്തിലെടുത്തത് കൊണ്ടാണല്ലോ അയാളെ കൊണ്ട് പരാതി വാങ്ങിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കേരളത്തിലെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും തെറിവിളിക്കാൻ തുടങ്ങിയതിന് ശേഷവും ആ അന്വേഷണത്തിൽ പുറകോട്ട് പോയില്ലല്ലോ ഗവൺമെൻറ്. ആ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുന്നത് ഈ കേരളത്തിലെ തെറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെയും ഒരു ഉന്നതന്മാരെയും കേരളത്തിലെ ഗവൺമെൻറ്റിന് സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൂടിയാണ്. അല്ലാതെ ഇതിലൊരു കള്ളക്കളിക്ക് കേരളത്തിലെ ഗവൺമെൻറ് നിന്നിട്ടില്ല എന്നുള്ളതല്ലേ ഇതിൻ്റെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് അതല്ലേ. അപ്പോൾ അൻവറിന് പരാതിയാണ്. അൻവർ ഇപ്പോൾ CPMനെതിരായി, ഗവൺമെൻറ്റിനെതിരായി. ഇനി പരാതിയിൽ ഒരു അന്വേഷണം ഇല്ല എന്നല്ല നിലപാട്. അതിന് പകരം ആ പരാതിയിൽ കഴമ്പുണ്ടോ അത് അന്വേഷണ വിധേയമാക്കി ഏറ്റവും ഉന്നതനായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGPയെ ആ സ്ഥാനത്തു നിന്നും മാറ്റി. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് അതിൻ്റെ. അല്ല, ഈ ഒരൊറ്റ കാര്യം, അതായത് അൻവർ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ പറയുന്ന അൻവറിൻ്റെ ആ വാക്കുകളെ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതാണോ? അവജ്ഞയോടെയല്ല, പുച്ഛത്തോടു കൂടി തള്ളിക്കളയാണ്. അൻവർ പറഞ്ഞ തികച്ച അസംബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ മുൻകാല ചരിത്രം ആരുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂട്ടുകൂടിയിട്ടുള്ളതെന്ന്. ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി CPMും BJPയും കൂട്ടുകൂടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഒരു കൊച്ചു കേരളത്തിൽ മാത്രം ഭരണം നടത്തുന്ന ഞങ്ങളുടെ പാർട്ടിയെ ഉന്മൂലനം ചെയ്യുമെന്ന് ഈ രാജ്യത്തിൽ RSSൻ്റെ തലവനായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞത്? ത്രിപുര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത ലക്ഷ്യം കേരളമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായിട്ട് നല്ല ധാരണയുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് വില കൊടുത്തും ഫാസിസത്തെ എതിർക്കും. അതാണ് ലോക ചരിത്രം. അതുകൊണ്ട് തന്നെ RSSൻ്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ രാജ്യത്തെ മാർക്സിസ്റ്റുകളാണ്. ആ മാർക്സിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ RSSൻ്റെ തലവനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ബോധ്യമുള്ളിടത്ത് അൻവറിനെപ്പോലുള്ള ഈ നിലവാരമില്ലാത്ത ചില ആളുകൾ ആരോപിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ സഖ്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും വിശ്വസിപ്പിക്കുകയാണല്ലോ, വേറെ വഴിയില്ലല്ലോ. ഇത് നിങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചാലല്ലേ ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കാമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മിണ്ടാതിരിക്കുക, ഒരാഴ്ച തയ്യാറുണ്ടോ പത്രക്കാർ? ഒറ്റാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടി പറയാതിരിക്കുക. ആർക്ക് വേണ്ടി? ഈ BJP അല്ലല്ല, നിങ്ങൾ സ്ഥിരം അതാണല്ലോ പണി. അത് നിർത്തിയാൽ പാലക്കാട് മണ്ഡലം അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും,
ഇത്തവണ മൈക്ക് എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. ഏത് ഈ മൈക്കുകൾ എല്ലായിടത്തും കാണിക്കുന്നുണ്ട്, സ്ഥലത്ത് മാത്രമല്ല. അല്ല, അത് എല്ലാവരുടെയും കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കനുസരിച്ചാണല്ലോ പിന്നെ വാർത്ത ഉണ്ടാക്കുന്നത്. വാർത്ത പിന്നെ നിങ്ങളതിനനുസരിച്ച് എങ്ങനെ CPM ഒരു പണി കൊടുക്കുക എന്നുള്ള മട്ടിലല്ലേ വാർത്ത ഉണ്ടാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനുള്ള മറുപടിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ അൻവറിന് എന്തിനൊന്ന് മറുപടി? അൻവറിനുള്ള മറുപടിയാവും ഒരു ഉപതെരഞ്ഞെടുപ്പ്. നിങ്ങളെന്തിനു ഈ അൻവർ എന്ന് പറയുന്നത്? ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പെല്ലാം മുന്നണികൾ തമ്മിലുള്ള മത്സരമല്ലേ? ഇടതുപക്ഷം, വലതുപക്ഷ മുന്നണി, NDA മുന്നണി, ഈ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ അൻവർ ഇതിലെന്ത്? ഒന്നുമല്ലാത്തൊരു അൻവറിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്തിനാ അങ്ങനെ വല്ലാതെ ഈ ഒന്നുമല്ലാത്ത ഒരാളെ എങ്ങനെ ആക്കുന്നത്? അൻവർ മാത്രമല്ല, ജലീൽ, നിയാസ് പുളിക്കലത്ത് അവരൊക്കെ ചെറിയ ഭിന്നസ്വരങ്ങളായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് അടക്കം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിഗണിക്കുന്നതിൽ നിന്ന് CPM പുറകോട്ട് പോകും. ഇങ്ങനെ ഒരു ആശങ്ക. നിങ്ങൾ KT ജലീലിനെയും അൻവറിനെയും താരതമ്യം ചെയ്യരുത്. KT ജലീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു അന്തസ്സുറ്റ രാഷ്ട്രീയക്കാരനല്ലേ? അയാളിനെ പോലുള്ള രാഷ്ട്രീയ അനുഭവമാണ് ഈ അൻവർക്ക്. നിങ്ങൾ എന്ത് പറയണേ? KT ജലീലിനെയും അൻവറിനെയും കൂടി താരതമ്യം ചെയ്യുക? അല്ല, വിഷയം ഒന്നൊന്നും KT ജലീൽ കൃത്യമായി പിന്നീട് പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാട്. ചില കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹമായിട്ട് യോജിപ്പുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. അതിനർത്ഥം കേരളത്തിലെ CPM-നെതിരെയും ഗവൺമെൻറ്റിനെതിരെയും അത് ജീവനുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല എന്നല്ലേ പറഞ്ഞത്. അതാണ് ഒരു അന്തസ്സുറ്റ രാഷ്ട്രീയക്കാരനെ നിലവാരമില്ലാത്ത അൻവറുമായി താരതമ്യം ചെയ്യരുത്. ഇല്ല, അനുഭവപ്പെടുമ്പോഴാണല്ലോ ഞങ്ങൾ തിരിച്ചറിയുക. ആര് അങ്ങനെ അന്തസ്സുള്ള അല്ല, നിങ്ങളെങ്ങനെ അൻവറിനെ കുറിച്ച് അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഏത്? അല്ല, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളെ കൊണ്ട് അൻവർ അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനാണെന്നല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ കാട്ടുകള്ളൻ എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അയാളെ കാട്ടുകള്ളൻ, തട്ടിപ്പുകാരൻ, ഭൂമി തട്ടിപ്പുകാരൻ എന്നല്ലേ നിങ്ങൾ മറ്റേ അയാൾക്ക് കൊടുത്ത പദവി. അതിപ്പോൾ ഏറെക്കുറെ ശരിയാണെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ തെളിഞ്ഞു. ആ പ്രവൃത്തിയിൽ തെളിഞ്ഞപ്പോൾ ഞങ്ങളുടെ അനുഭവം അതാണ്. ആ അനുഭവത്തിൻ്റെ മുകളിലല്ലേ ഞങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുക. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും നിൽക്കുന്നത്, നമ്മുടെയൊക്കെ ഓരോ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് അറിയോ? അനുഭവത്തിലല്ലേ അറിയുക.